വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ചൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ മോട്ടിവേഷൻ തരാൻ രശ്മി ഉണ്ടാവാറുണ്ട്. അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞ ബുക്ക് കിട്ടും. അത് ഞാൻ ഇപ്പോൾ 2 മാസമായി വായിക്കാൻ തുടങ്ങിയിട്ട്. ജേണലാണേ. ദൂരനെ കാട്ടിത്തരുള്ളൂ, അടുത്തുനിന്ന് കാട്ടാൻ കൊള്ളൂല. നിങ്ങൾ പലതും വായിച്ചു കളയും ഒക്കെ പറയുമ്പോൾ കുറച്ച് ഓവറാണെന്ന് നിങ്ങൾ കമൻ്റ് ഇടാനും അല്ലെങ്കിൽ ഇതൊന്നും കൊള്ളൂല എന്ന് പറയാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. പക്ഷേ അങ്ങ് പറയുന്നേ ഒക്കെ ജേർണൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നേ. പക്ഷേ ഇത്രമാത്രം ഐഡിയാസ് ഒന്നും വരില്ലേ. എന്റെ ഒരു പ്രധാന ഹോബിയായിരുന്നു. പണ്ടും ചെയ്യുമായിരുന്നു, പക്ഷെ ഇത്ര മെനക്കെട്ടിരുന്ന് ചെയ്യൂലായിരുന്നു. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. എനിക്കിഷ്ടാണ്. സൂം ഒന്നും ചെയ്തിരുന്ന് വായിക്കാനൊന്നും ആരും ശ്രമിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വീട്ടിലൊക്കെ പണ്ട് ഡയറി എഴുതിയിട്ട് കുറേ പൊക്കിയിട്ടുണ്ട് കേട്ടോ. പണ്ട് കുഞ്ഞിൽ എഴുതുന്നതായിരുന്നു ഡയറിയൊക്കെ. അതായത് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എഴുതി തുടങ്ങിയിട്ടുണ്ട് ഡയറിയൊക്കെ. അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല. രാവിലെ എണീറ്റ് പല്ലേറ്റ് കുളിച്ച് ഭക്ഷണം കഴിച്ചെന്നൊക്കെ ആണെങ്കിലും അന്ന് തൊട്ട് എഴുതുമായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ വായിച്ച് പിടിച്ച് എപ്പോഴും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ എഴുത്തുകാരനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിട്ടുള്ളത്. അതൊക്കെ ആലോചിക്കുമ്പോൾ തമാശയാണെങ്കിലും അന്നതൊരു അന്താരാഷ്ട്ര പ്രശ്നമായിരുന്നു. അയ്യോ, അമ്മയൊക്കെ ചീത്ത പറയൽ. അച്ഛനും മോശമൊന്നും ആയിരുന്നില്ല, രണ്ടാളും നല്ലോണം ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹൈദരാബാദ് പോയ വീഡിയോ നിങ്ങൾ കണ്ടില്ലേനോ? അവിടെ ഹൈദരാബാദ് പോയപ്പോ വാങ്ങിയതാ ഈ ജേണൽ. ജേർണലിങ് കഴിഞ്ഞിട്ട് ഒന്ന് സീരീസൊക്കെ കണ്ട് ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എലൈറ്റാണ്. എലൈറ്റ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ സീസൺ 7 എത്തി. അപ്പം അത് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു. ലൂണാർ എക്ലിപ്സാ. ഞങ്ങള് ചായ കുടിക്കാൻ പോവാ. അതിനിപ്പോ എന്താന്ന് ചോദിക്കൂ, ലൂണാർ എക്ലിപ്സ് ആയിട്ട് ചായ കുടിക്കാൻ പോകുന്നതിന് എന്തെന്നാ? നല്ല തിളക്കൊന്നല്ല. ഓളൊന്ന് റെഡി ആയി വരാൻ കാത്തിക്കുക. ഇപ്പഴെങ്ങാൻ വരുവാവോ? വെയിറ്റിംഗ് ഫോർ രശ്മിത. രാവിലെ ഇങ്ങനെയാ, ഞാൻ ഇങ്ങനെ കാത്തു. എല്ലാരും വിചാരിക്കും സത്യാണ്. ചോള് വരണ്ടേ, വരൂല. കണ്ടോ എത്ര നേരമായി ഞാൻ കാത്തിക്കുന്നു. ഇപ്പൊ മെല്ലെ വരുവേ, മന്ദം ഓ വന്ന്. ഇത്ര കാത്തുന്നാലോ ഒന്ന് സമയത്ത് വന്നൂടെ? അതാന്നോ? ഞാനല്ലേ പറയണ്ട അതാന്ന്. മൂക്ക് ഈ മൂക്കല്ലേ മാറ്റാൻ പോവാന്ന് പറഞ്ഞ്. അങ്ങനെ ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ പോവാണ്. വൈകുന്നേരം ആയപ്പോൾ രണ്ടാൾക്കും ഒരു ഉറക്കം കഴിഞ്ഞതിൻ്റെ തലവേദന. എന്നാൽ പിന്നെ ചായ കുടിച്ചിട്ട് വരാമെന്ന് രശ്മീൻ്റെ ആശയാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിൽ പോവാ. നോക്കുമ്പോൾ ഫോൺ എൻ്റെ നിന്ന് വാങ്ങിയിട്ട് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തുതരാം, എൻ്റെ കയ്യിൽ താന്ന്. അപ്പം പിന്നെ ഞാൻ നടക്കുന്നത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്ക്. അത്രേ തുമ്മോട് തുമ്മോ, ഒന്നുകൂടെ തുമ്മോ. സ്റ്റാർട്ട്. പോരട്ടെ? യു ക്യാൻ ട്രൈ രശ്മിത ട്രൈ. ഈ വീഡിയോ ഇട്ടാൽ തെറി വിളിക്കും ആൾക്കാർ. എന്നാ വേണ്ട. ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടാണോ? അതാ അത്ര വെളിച്ചം. കുറച്ചിട്ടില്ലായോ? അപ്പൊ നല്ല വൃത്തിയായിട്ടുണ്ടോ? കൂട്ടണോ? അത് ഏലക്ക വേണ്ട. എനിക്ക് വേണ്ട. എന്നാ വേണ്ട. രശ്മിതയ്ക്ക് വേണ്ടാത്തൊന്നും എനിക്ക് വേണ്ട. പൈസ വേണ്ടേ? വേഗം ചെന്ന് ചായ ചോദിച്ചെങ്കിൽ അവിടെ ചായ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു കട്ടൻ ചായ വെപ്പിച്ച്. ഇവിടെ കട്ടൻ ചായ ഇവരാരും കുടിക്കലില്ല എന്ന് തോന്നുന്നു. ഇവർക്കാർക്കും കട്ടൻ ചായ അറിയാത്ത പോലെ നല്ല കടുപ്പത്തിൽ കഴിക്കുന്നൊരു കട്ടൻ ചായ കിട്ടിയത്. പിന്നെ അത് വേഫേഴ്സ് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അത് രണ്ടും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സി വന്ന് മനസ്സിനോട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്ന്. അത് കഴിഞ്ഞ് സ്നിഗ്ധ വന്ന്. അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടെ കഥയൊക്കെ പറഞ്ഞ് ആ സമയത്താണ് ഒരു ഫോൺ കോൾ വന്നത്. നമ്മുടെ രാജേഷ് സാറിൻ്റെ ബ്രേസ്ലെറ്റ് കാണുന്നില്ല, സിൽവർ. ചായ കുടിച്ച് നല്ല കട്ടൻ ചായ, കടുപ്പ ചായ കഴുകി കൊടുത്ത് വരുന്നുണ്ടോ? വലിയ മനസ്സാണ്, വലിയ മനസ്സിന് ഉടമയാണ് ഈ നടന്നു പോകുന്നത്. രാജേഷ് സാറെ ബ്രേസ്ലെറ്റ് കാണാതായി. ഞങ്ങൾ തിരയാൻ പോവാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ ഇതൊരു സ്കൂൾ ടൂർ പോലെ നമുക്കിങ്ങനെ കൊണ്ടുപോവാ അല്ലേ? ഞങ്ങളിതാ ഇവിടെ കോറിഡോറിലൂടെ. ക്ലീനുണ്ട്.
ഇവിടെ ഒരു തയ്യൽ മിഷൻ കണ്ടതിന്റെ കമന്റ് ആണ് അത് ഗൈസ്. ഏറ്റവും മുൻകൈ എടുത്ത് മുന്നിൽ പോകുന്ന സ്നിഗ്ധയാണ്. ക്ലാസ് റൂമിലൊന്നും ഉണ്ടാവില്ല. ആ അതൂടെ നോക്കാം. ഒരു ഒരു ഈച്ച കുഞ്ഞിനെ പോലും കാണാനില്ല. ബ്രേസ്ലെറ്റ് പോയിട്ട് ഒന്നുമില്ല. ഇവിടെ അല്ലേ ഇരിക്കല്ലേ? ഇവിടെ തരയാ. എല്ലാരും തിരയും, ഞാൻ വീഡിയോ എടുക്കും. രശ്മിത മാം നല്ലോണം തിരയുന്നുണ്ട്. ബാക്കി രണ്ടുപേരും നോക്കി നിൽക്കുകയാണ്. മനസ്സിൽ തിരയും നോക്ക്. ചക്കര ഇല്ല. ഞങ്ങൾ ലക്ഷ്യം 7th B ആണ്. അവിടെയും കൂടെ പോയി നോക്കണം. ഞങ്ങൾ അടുത്ത ഫ്ലോറിലോട്ട് കയറുകയാണ്. മനസ്വി, വേർ ആർ യു ഗോയിങ്? ആ ബൈ. നാളെ ഹോസ്റ്റലിലാന്ന് തോന്നുന്നില്ലേ ബഹളം? ഇതാ എവിടെയാണോ ക്ലാസ്? ഇതാണ് നമ്മളെ രാജേഷ് സാറെ ക്ലാസ്. ഇവിടെ തിരയാൻ വന്നിരിക്കുകയാണ്. സോറി, രാജേഷ് സാറെ ക്ലാസ് അല്ല കേട്ടോ. ലാസ്റ്റ് പീരീഡ് ഇവിടെ ആയിരുന്നു അത്രേ. കാണാനില്ല കേട്ടോ. ഇപ്പൊ എല്ലാരും പറയും ഇങ്ങനെ നോക്കിയാ എങ്ങനെയാ കാണാ, ക്യാമറ മാറ്റി വെച്ചിട്ടൊന്ന് നല്ലോണം നോക്കിക്കൂടെ? ആർക്കെങ്കിലും കിട്ടിണ്ട് അതൊക്കെ വേഗം കാണുമല്ലോ. നമ്മുടെയൊക്കെ ആകുമ്പോ കുഞ്ഞു ബ്രേസ്ലെറ്റ് ആയിരിക്കും, പക്ഷെ അവരത് കുറച്ചുകൂടെ വലിയ ചെയിൻ ആയിരിക്കില്ലേ. ബ്രേസ്ലെറ്റ് കിട്ടിയോ? ഇല്ലേ? എവിടെ പോയി? എനിക്കൊന്നും അതാരെങ്കിലും എടുത്തുണ്ടാവും. വെള്ളിയാണല്ലോ അല്ലെ? വെള്ളി പ്രീഷ്യസ്. അവിടെ നോക്കാൻ വഴി. അതിൽ അങ്ങോട്ട് പോവാ. ഇവിടുന്ന് ആ കുട്ടികൾ അന്ന് പൂ പറിക്കാൻ പോയ കണ്ടില്ലേ ഓണത്തിന്? ഞാൻ ആദ്യമായിട്ടാ ഇതിലെ പോയിട്ടില്ല. ഈ പോയിട്ടുണ്ടോ ഇതിലെ? അതിലെ പോയിട്ടില്ല. ഞാൻ അവിടെ ഇരിക്കുമ്പോഴേ ഇപ്പൊ നല്ല രസമുണ്ട് ക്യാമറയ്ക്ക്. എല്ലാരും കുറച്ചെടുത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തുള്ളൂ ഗൈസ്. ഇവിടെ എല്ലാരും ഇത്രയും കൂടി. സോമനക്ക് ഇഷ്ടായി. രാജേഷ് സാറെ, ഓ വെള്ളം വെച്ചിട്ടുണ്ടല്ലേ, കൊള്ളാം. വേനൽക്കാലം ആയോണ്ട് ആൾക്കാർക്ക് കുടിക്കാൻ വെള്ളം വെച്ചത് കണ്ടോ ഗൈസ്? ഞങ്ങളുടെ സ്കൂളിൽ ഒരു നല്ല കാര്യം. അയ്യോ, ഇവര് പക്ഷെ ഇത് തിരയാൻ വന്നതാട്ടോ. ഇവിടെ കാണാൻ നല്ല രസല്ലേ? ബ്രേസ്ലെറ്റ് തിരയാൻ വന്നതാ. ബൈക്ക് നിർത്തിയിടുന്നോടത്ത് ബ്രേസ്ലെറ്റ് ഉണ്ടോ നോക്കാൻ വന്നത്. അതാ ഓരോ മണൽത്തരിയും അരിച്ചു പെറുക്കുന്നുണ്ട് ഗൈസ്. എവിടെയെങ്കിലും ഒരു വെള്ളി ബ്രേസ്ലെറ്റ് കാണുന്നുണ്ടോന്ന്. പക്ഷെ ഇല്ല. അയ്യോ, ഉണ്ട്. മണ്ണ് വെള്ളം.